നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ രണ്ട് താരങ്ങളെയാണ് റയൽ മാഡ്രിഡ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരാൾ കിലിയൻ എംബപ്പയാണ്. ഈ ഒരു ഫ്രഞ്ച് നായകനെ ഫ്രീ ട്രാൻസ്ഫറിലാണ് റയൽ മാഡ്രിഡ് സ്വന്തമാക്കിയിട്ടുള്ളത്. അതേസമയം മറ്റൊരു താരം എന്നുള്ളത് ബ്രസീലിയൻ പ്രതിഭയായ എൻട്രിക്കാണ്. താരത്തിന് വേണ്ടി ആകെ 60 മില്യൺ യൂറോയോളം റയൽ മാഡ്രിഡ് ചിലവഴിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. ഈ രണ്ട് താരങ്ങളും വന്നതോടുകൂടി റയലിന്റെ സ്ക്വാഡ് വാല്യൂ വളരെയധികം ഉയരുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ 1.8 ബില്യൺ യൂറോയാണ് റയൽ മാഡ്രിഡിന്റെ സ്ക്വാഡ് വാല്യൂ. CIES ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റയൽ ടീമിനകത്ത് ഏറ്റവും കൂടുതൽ മൂല്യമുള്ള താരം അത് ജൂഡ് ബെല്ലിംഗ്ഹാം ആണ്. 285 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിന്റെ നിലവിലെ മൂല്യം. കഴിഞ്ഞ സീസണിൽ തകർപ്പൻ പ്രകടനമായിരുന്നു താരം നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഈ ഒരു മൂല്യം വന്നിട്ടുള്ളത്. എംബപ്പയും വിനീഷ്യസും ഒക്കെ താരത്തിന്റെ പിറകിലാണ് വരുന്നത്. അതേസമയം കിലിയൻ എംബപ്പയുടെ നിലവിലെ മൂല്യം എന്നുള്ളത് 250 മില്യൺ യൂറോയാണ്. താരത്തിന്റെ സാലറി കുറഞ്ഞതും സൈനിങ് ബോണസ് സ്വന്തമാക്കിയതും ഈ ഒരു മൂല്യം കുറയാൻ കാരണമായി എന്നാണ് റിപ്പോർട്ടുകൾ. വിനീഷ്യസ് ജൂനിയറുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 231.5 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിന്റെ വാല്യൂ. റയൽ മാഡ്രിഡിന്റെ സ്ക്വാഡ് വാല്യൂ ഇത്രയധികം ഉയരാൻ കാരണം പ്രധാനമായും ഈ ഒരു മൂന്ന് താരങ്ങൾ തന്നെയാണ്. 203 മില്യൺ യൂറോയാണ് റോഡ്രിഗോയുടെ മൂല്യം വരുന്നത്. 122 മില്യൺ യൂറോയാണ് ഫെഡെ വാൽവെർദെയുടെ മൂല്യമെങ്കിൽ 113 മില്യൺ യൂറോയാണ് കമവിംഗയുടെ മൂല്യം വരുന്നത്. ഇങ്ങനെ റയൽ മാഡ്രിഡിന്റെ എല്ലാ യുവ താരങ്ങളുടെയും മൂല്യം വലിയ രൂപത്തിൽ കുതിച്ചുയർന്നിട്ടുണ്ട്. അതിന് കാരണം കഴിഞ്ഞ സീസണിലെ മികച്ച പ്രകടനമാണ്. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഉൾപ്പെടെയുള്ള കിരീടങ്ങൾ അവർ സ്വന്തമാക്കിയിരുന്നു. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ മൂല്യമുള്ള സ്ക്വാഡായി മാറാൻ റയലിനെ സഹായിച്ചതും ഈ ഒരു യുവതാരങ്ങളും അവരുടെ മികച്ച പ്രകടനവുമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.